വിശ്വസ്തനായ ADGP MR അജിത് കുമാറും RSS നേതാക്കളായ ദത്താത്രേയ ഹൊസബല, റാം മാധവ് എന്നിവരുമായി നടത്തിയ ചർച്ച. ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം പാലിക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. CPM-ഉം RSS തമ്മിൽ എന്ത് രഹസ്യബന്ധമാണ് ഉള്ളത്? ADGP MR അജിത് കുമാർ മുഖേന മുഖ്യമന്ത്രി എന്ത് സന്ദേശമാണ് RSS നേതാക്കൾക്കും നൽകിയത്? അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇക്കാര്യം അറിഞ്ഞില്ലേ? അറിഞ്ഞിട്ടും മൗനം പാലിക്കുകയായിരുന്നു? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ വരുമ്പോൾ അദ്ദേഹം ഇപ്പോഴും മൗനത്തിൽ ഒളിക്കുകയാണ്. അപ്പോൾ ചോദിക്കാം, കഴിഞ്ഞ ദിവസം കോവളത്ത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസായ EK നായനാർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി ഒരു വലിയ പ്രസംഗം നടത്തിയല്ലോ. അതിൽ ഇടതുപക്ഷവും RSSും തമ്മിലുള്ള എതിർപ്പ്, ഏത് രീതിയിലാണ് ഇടതുപക്ഷം രാജ്യത്തും കേരളത്തിലും RSSനെ നേരിട്ടത്, ഇത് ഉദാഹരണ സഹിതം മുഖ്യമന്ത്രി പറഞ്ഞുവല്ലോ. അവിടെ തന്നെ കോൺഗ്രസിനെതിരെ ശക്തമായ ആരോപണം മുഖ്യമന്ത്രി ഉന്നയിക്കുകയും ചെയ്തു. കോൺഗ്രസ് RSSനെ നേരിടുന്നതിൽ പരാജയമാണ്, മറിച്ച് RSSുമായും BJPയുമായും രഹസ്യബന്ധം സൂക്ഷിക്കുന്നവരാണ് കോൺഗ്രസ് എന്ന കാര്യം പറഞ്ഞു നേതാക്കളുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് മറുപടിയായില്ലേ എന്ന്? ഇത് മറുപടിയല്ല. കാരണം ഇപ്പോഴത്തെ വിവാദങ്ങളെ ഒരു തരത്തിലും മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ADGP വഴി എന്ത് സന്ദേശമാണ് മുഖ്യമന്ത്രി RSSന് നൽകിയത് എന്നുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് പറയുക. അപ്പോൾ ചോദ്യം ഉയരും സ്വാഭാവികമായിട്ടും, എന്തുകൊണ്ട് ADGP നടത്തി ഇങ്ങനെയൊരു ചർച്ച മുഖ്യമന്ത്രി അറിയാതെ പോയി എന്ന്? അങ്ങനെ ഒരു കള്ളം മുഖ്യമന്ത്രിക്ക് പറയുവാൻ കഴിയുകയില്ല. പിന്നെയുള്ളത് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തെക്കുറിച്ചാണ്. മുഖ്യമന്ത്രി RSSനെ ഇടതുപക്ഷം എതിർക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രസംഗങ്ങളിൽ എടുത്തു പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് നേതാക്കൾ RSSുമായി രഹസ്യബന്ധം സൂക്ഷിക്കുന്നതിന് ഉദാഹരണമായിട്ട് K സുധാകരൻ നേരത്തെ RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞ കാര്യം, അതുപോലെ തന്നെ ഗോൾവൾക്കറിൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ കുമ്പിട്ട് പൂജിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം, P പരമേശ്വരൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തല്ലോ എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ രാജീവ് ഗാന്ധി 1984 RSSുമായി ബാന്ധവം നടത്തിയിരുന്നല്ലോ എന്നുള്ള കാര്യം, അതുപോലെ മറ്റുള്ള അയോധ്യയിൽ പൂട്ട് RSSന് കൈമാറിയത് രാജീവ് ഗാന്ധി ആയിരുന്നുവല്ലോ എന്നുള്ള ചോദ്യം. ഇങ്ങനെ ദേശീയ തലത്തിലും കേരളത്തിലും RSSുമായി കോൺഗ്രസിന് ഉണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇവിടെ RSS ബന്ധം ആർക്കാണ് എന്ന് ഈ പറയുന്നവർക്കറിയില്ലേ? RSS ശാഖക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആര്? വലിയ അഭിമാന പുരസ്സരമല്ലേ നാടിനോടത് വിളിച്ചു പറഞ്ഞത്? RSS ശാഖക്ക് കാവൽ നിൽക്കുന്ന RSSകാരനെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ. RSS ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകി എന്നല്ലേ ആര്? KPCCയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്. അതുപോലെ തന്നെ കേരളത്തിൽ ഏത് രീതിയിലാണ് CPM RSSനെ നേരിട്ടത്? അത് 70കളുടെ തുടക്കത്തിലുണ്ടായിരുന്ന തലശ്ശേരി കലാപം മുതൽ മുഖ്യമന്ത്രി പ്രതിപാദിക്കുകയുണ്ടായി. UK കുഞ്ഞിരാമൻ്റെ രക്തസാക്ഷിത്വം അദ്ദേഹം പറയുകയുണ്ടായി. മുസ്ലിം ആരാധനാലയം ആക്രമിക്കാൻ വന്നപ്പോൾ RSSനെ തടഞ്ഞത് ആരാണ് എന്നുള്ള ചോദ്യം അദ്ദേഹം ഇട്ടുകൊടുക്കുകയുണ്ടായി കോൺഗ്രസിന് നേരെ. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് RSSനെ ഏറ്റവും അധികം നേരിട്ടിട്ടുള്ളത് ഇടതു പാർട്ടികളാണ്. അവിടെയെല്ലാം കോൺഗ്രസ് ദുർബലമായിരുന്നു, മറിച്ച് കോൺഗ്രസ് RSSന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന്. പക്ഷേ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇക്കാര്യങ്ങളിൽ തന്നെ ചോദ്യങ്ങളുണ്ട്. കാരണം RSSുമായിട്ട് ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നത് കോൺഗ്രസ് മാത്രമല്ല. അത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ 1977 പിണറായി വിജയൻ്റെ വിജയം തന്നെ എങ്ങനെയായിരുന്നു എന്നുള്ള ചോദ്യം ഉന്നയിക്കാവുന്നതാണ്. ഉദുമയിലെ മാരാരുടെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഉന്നയിക്കാവുന്നതാണ്. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ 1989 എങ്ങനെയാണ് VP സിംഗ് മന്ത്രിസഭ അധികാരമേറ്റത് എന്ന കാര്യം ആലോചിക്കാവുന്നതാണ്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ തിരിച്ചും ചോദിക്കാവുന്നതാണ്. പക്ഷേ പ്രസക്തമായ കാര്യം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ അത് ADGPയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഭരണപക്ഷ MLA തന്നെ ADGPക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ തൃശ്ശൂർ പൂരം കലക്കുന്നതിന് വേണ്ടി ADGP ശ്രമിച്ചു എന്നുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തതാണ് പ്രതിപക്ഷ നേതാവ്. RSS നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു ADGP എന്ന്. അത് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു എന്നാണ്. മുഖ്യമന്ത്രി അപ്പോൾ പറയേണ്ട ഉത്തരങ്ങൾ ഇവയാണ്.
ചോദ്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ADGP MR അജിത് കുമാർ RSSന്റെ സർസംഘ് ചാലക് ദത്താത്രേയ ഹൊസബലയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന കാര്യം തെളിഞ്ഞതാണല്ലോ. അത് എന്തിനാണ് ആ ചർച്ച നടത്തിയത്? അങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് ഈ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കാര്യങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് ഞങ്ങളാണ് RSSനെ നേരിടാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ നിലപാടിൽ എങ്ങനെ ഈ മാറ്റം വന്നു? ഇപ്പോൾ RSSുമായിട്ട് ആ പഴയ കാര്യങ്ങൾ തന്നെയാണോ നിങ്ങൾ ചെയ്തു വരുന്നത്? അങ്ങനെ നേരിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ള മറുചോദ്യം ഉന്നയിക്കുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഒരു മറുപടി പറഞ്ഞാൽ ആ പ്രശ്നം തീരാവുന്നതാണ്. അല്ലെങ്കിൽ പാർട്ടി അണികൾക്ക് അവിടെ സംശയം തോന്നും, RSSുമായിട്ട് രഹസ്യ ബാന്ധവത്തിലുള്ള ശ്രമമല്ലേ അവിടെ നടന്നത് എന്ന്. CPI ഇക്കാര്യം പരസ്യമായി ഉന്നയിക്കുന്നുമുണ്ട്. ഇത് അറിയുവാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന്. അത് പ്രധാന കാര്യമാണല്ലോ. എന്താണ് ആ ചർച്ചയുടെ പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന്. അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ തന്നെ പരിചയമുള്ളയാൾ, വ്യവസായ പ്രമുഖൻ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള മറുപടിയും മുഖ്യമന്ത്രി തന്നെ നൽകേണ്ടതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഈ കോവളത്ത് നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമായിട്ടും അദ്ദേഹം പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ് RSSനെ എതിർക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോഴങ്ങനെയാണോ എന്ന മറുചോദ്യം വരികയാണ്. മാത്രമല്ല കാര്യങ്ങളൊക്കെ പലതവണ പറഞ്ഞ് പഴകിയ കാര്യങ്ങൾ തന്നെയാണ്. ദേശീയ തലത്തിലും കേരളത്തിലും ആരാണ് RSSനെയും BJPയെയും നേരിടുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം അത് പരസ്പരം ആരോപണമായി വരുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ തൃശ്ശൂരിൻ്റെ കോൺടെസ്റ്റിൽ CPMും RSSും BJPയും തമ്മിലാണ് ഇങ്ങനെ ഒരു രഹസ്യ ബാന്ധവം എന്നുള്ള വിമർശനം വരുന്നത്. അപ്പോൾ പ്രസന്റ് കോൺടെസ്റ്റിൽ, ഇപ്പോഴത്തെ കോൺടെസ്റ്റിൽ എന്താണ് നടക്കുന്നത് എന്ന കാര്യമാണ് മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടത്. അതേ ജനങ്ങൾക്കറിയുവാൻ താല്പര്യമുള്ളൂ. പഴയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യം അറിയുവാനേ താല്പര്യമുണ്ടാവുകയുള്ളൂ. അതാണ് മുന്നണിയിൽ തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണം. അത് ഈ മുഖ്യമന്ത്രി തുറന്നു പറയുകയാണെങ്കിൽ ഏത് രീതിയിൽ മുഖ്യമന്ത്രി അത് തുറന്നു പറയും? ഇപ്പോൾ ADGP RSSന്റെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയ കാര്യം താൻ അറിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയില്ലല്ലോ. കാരണം ഇന്റലിജൻസ് റിപ്പോർട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അറിഞ്ഞില്ല എങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച, അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ചുവെങ്കിൽ സ്വന്തം വീഴ്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു രഹസ്യ ബാന്ധവത്തിന് അനുമതി കൊടുത്തു എന്നുള്ള കാര്യം. അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ വരും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്ത്രപരമായിട്ട് തന്നെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത തന്നെ അക്കാര്യത്തിൽ പാലിച്ചുകൊണ്ടാണ് അപ്പോൾ കോവളത്തെ ആ പ്രസംഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞത്. അത് മൗനം വെടിയുകയല്ലായിരുന്നു മുഖ്യമന്ത്രി, മൗനത്തിൻ്റെ മാളത്തിൽ ഒളിക്കുക തന്നെയായിരുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്.